ഓം ഗുങ്കുരിപ്യോ നമ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. നാരായണീയം ദശകം 97 ശ്ലോകം 7-8. പീതാംബരം കരവിരാജിത ശംഖചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലേശമനിശങ്കൃതി ഭാവയാമി. ശ്ലോകം 7. യാതേ തുയ്യാശു വാദാകുലജലദഗളന്തോയ പൂർണാതികൂർണം സപ്താർണൂരാശിമഗ്നേ ജഗതി സദൂജലേ സംഭ്രമൻ വർഷകോടി പ്രൈഷ്ഠിഷ്ടദൂരേ വടതളശയനം കിഞ്ചിദാശ്ചര്യബാലം ത്വാമേവ ശ്യാമളാംഗം വദന സരസിജന്യസ്ത പാദാങ്കുലീകം. അന്വയം. അർത്ഥം. ത്വയി അങ്ങെ, യാതേ പോയപ്പോൾ, ആശു വേഗം, ജഗതി പ്രപഞ്ചം, വാതാകുല ജലത ഗളത്തോയ പൂർണാതികൂർണ സപ്താർണൂരാശിമഗ്നേ കാറ്റിനാൽ ഇളകിയ മേഘത്തിൽ നിന്ന് വീഴുന്ന വെള്ളത്താൽ നിറഞ്ഞുയർന്ന 7 സമുദ്രങ്ങളിൽ മുങ്ങിയപ്പോൾ സാത്തു മാർക്കണ്ഡേയനാകട്ടെ ജലേ ജലത്തിൽ വർഷകോടി അനേക കോടി വർഷങ്ങൾ സംഭ്രമൻ കറങ്ങിയിട്ട് ദീനനായി ദൂരെ അകലെ വടതലശയനം അരയാലിലയിൽ ശയിക്കുന്നവനും ശ്യാമളാംഗം നീലകളേബരനും വദന സരസിജ നെസ്തപാദാങ്കുലീയം വദനമാകുന്ന താമരയിൽ വയ്ക്കപ്പെട്ട പാദത്തിൻ്റെ വിരലോടുകൂടിയ കഞ്ചിത് ഒരു ആശ്ചര്യബാലം ആശ്ചര്യമുണ്ടാക്കുന്ന കുട്ടി ത്വമേവ അങ്ങയെ തന്നെ പ്രൈക്ഷിട്ട കണ്ടു. ഹരിവു. സാരം. അവിടുന്ന് മാർക്കണ്ഡേയന്റെ അടുക്കൽ നിന്നും ബദരിയാശ്രമത്തിലേക്ക് പോയപ്പോൾ ഭയങ്കരമായ കാറ്റടിച്ചു ഇളകിയ മേഘങ്ങൾ കഠിനമായി വർഷിച്ച ജലം കൊണ്ട് സപ്തസാഗരങ്ങൾ നിറഞ്ഞു കവിഞ്ഞു പ്രപഞ്ചത്തെ മൂടി. ആ ജലാശയത്തിൽ ഒരാലിലയിൽ വലത് കാലിൻ്റെ തള്ളവിരൽ 2 കൈ കൊണ്ടും പിടിച്ച് വായിൽ വെച്ച് ഹസ്തപാദമുഖാസനത്തിൽ പ്രഭ കൊണ്ട് തമസാകെ മാറ്റി കിടക്കുന്ന ഭഗവാൻ വിഷ്ണുവിനെ ശിശുവായി കണ്ടു. ഹരിവു. ഓം ഗുങ്കുരിപ്യോ നമ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. ശ്ലോകം 8. ദൃഷ്ട്വാ ത്വം ഹൃഷ്ടരോമാ ത്വരിതമുപഗത സ്പൃഷ്ടു കാമോ മുനീന്ദ്രകാം ശാസേനാദ്രനിവിഷ്ട പുനരിക സകലം ദൃഷ്ടവാൻ വിഷ്ടഭൗകം ഭൂയോ വിശ്വാസവാദൈർ ബഹിരനുപതിതോ വീക്ഷിതസ്ത്വം കടാക്ഷൈൻ മോദാസാശ്ലേഷ്ടകാമസ്ത്വയി പിഹിതതനോശ്വാശ്രമേ പ്രാഗ്വദ് ആസീൻ. അന്വയം. അർത്ഥം. മുനിശ്രേഷ്ഠനായ മാർക്കണ്ഡേയൻ ത്വാം അങ്ങയെ ദൃഷ്ട കണ്ടിട്ട് ഹൃഷ്ടരോമ രോമാഞ്ചമണിഞ്ഞവനായി സ്പൃഷ്ടുകാമ സ്പർശിക്കുവാൻ കൊതിച്ച ത്വരിതം വേഗം ഉപഗത സമീപത്തെത്തി ശ്വാസേന ശ്വാസത്തിലൂടെ അന്തഃ അകത്തെ നിവിഷ്ട പ്രവേശിച്ച് പുന പിന്നീട് ഇഹ ഇവിടെ സകലം എല്ലാമായ വിഷ്ടഭൗകം പ്രപഞ്ച സമൂഹം ദൃഷ്ടവാൻ കണ്ട് ഭൂയാവി വീണ്ടും ശ്വാസവാദെ ശ്വാസവായുവിലൂടെ ബഹി പുറമെ അനുപതിത പതിച്ചവനായി ത്വത്കടാക്ഷൈ അങ്ങയുടെ കടാക്ഷങ്ങളാൽ വീക്ഷിത കാണപ്പെട്ടവനായി മോദാർ ആനന്ദത്താൽ ആശ്ലേഷ്ടകാമ ആശ്ലേഷിക്കാൻ ആശിച്ചവനുമായ അദ്ദേഹം ത്വയി അങ്ങെ പിഹിതതനു ശരീരം മറച്ചപ്പോൾ പ്രാഗ്വദ് പഴയ പോലെ സ്വാശ്രമേ തൻ്റെ ആശ്രമത്തിൽ ആസീൻ ആയിത്തീർന്നു. ഹരിവു. സാരം. മാർക്കണ്ഡേയൻ ഭഗവാനെ ആലിലയിൽ കണ്ടപ്പോൾ തൊടുന്നതിനായി അടുത്തു. അപ്പോൾ അദ്ദേഹം ഭഗവാന്റെ പ്രാണനിലൂടെ അകത്തു ചെന്നു. ഭഗവാന്റെ ഉള്ളിൽ പ്രപഞ്ചങ്ങൾ അനവധി. പ്രപഞ്ചത്തിൽ ഭഗവാനും
ഭഗവാനിൽ പ്രപഞ്ചവുമായി ഒരു പരമ്പര എന്ന വണ്ണം രണ്ടും രണ്ടല്ലാതെയുള്ള ഒരു അനുഭവം. വെളിയിൽ വന്ന മാർക്കണ്ഡേയൻ തന്നെ കടാക്ഷിച്ച് പുഞ്ചിരിക്കുന്ന ഭഗവാനെ ആശ്ലേഷിക്കാൻ ആഗ്രഹിച്ചു. അപ്പോൾ ഭഗവാൻ തൻ്റെ ശരീരം മറച്ചു കളഞ്ഞു. ചുറ്റും നോക്കിയപ്പോൾ മുനി പഴയതുപോലെ തൻ്റെ ആശ്രമത്തിൽ തന്നെ ഇരിക്കുന്നു. ഹരി ഓം.